അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗ്രാറ്റുവിറ്റീനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ സാലറി പറഞ്ഞപ്പോൾ ആ സാലറിക്കകത്ത് ഓരോ സാലറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതായത് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, HR, അങ്ങനെ സാലറിക്കകത്ത് എന്തൊക്കെയാണോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10ൻ്റെ അകത്താണ് ഗ്രാറ്റുവിറ്റീനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുക. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിന് പറയുന്നതാണ് ഗ്രാറ്റുവിറ്റി. അതായത് ഗ്രാറ്റുവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ആ ഒരു എംപ്ലോയിയുടെ സർവീസ് എല്ലാം കണക്കിലെടുത്ത്, അയാളുടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സർവീസ് എല്ലാം കണക്കിലെടുത്ത് അയാൾക്ക് എംപ്ലോയർ കൊടുക്കുന്ന ഒരു ലംസം എമൗണ്ടിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുക. അപ്പം ഇനി സർവീസിൽ ഇരിക്കുകയാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ, അതായത് റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ ചില കണ്ടീഷൻസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിന് എങ്ങനെയാണ്, അല്ലാത്തവർക്ക് എങ്ങനെയാണ്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് എംപ്ലോയർ അയാളുടെ സർവീസ് എല്ലാം കണക്കിലെടുത്ത് കൊടുക്കുന്ന ഒരു ലംസം എമൗണ്ടിനാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുക. അപ്പോൾ ഇനി ഇതിൻ്റെ കേസസ്, അതായത് ആർക്കൊക്കെയാണ് ടാക്സബിൾ, ആർക്കൊക്കെ ആണ് എക്സംപ്റ്റ്, എന്തുമാത്രമാണ് എക്സംപ്റ്റ്, ഫുള്ളി എക്സംപ്റ്റ് ആണോ, പാർഷ്യലി എക്സംപ്റ്റ് ആണോ, അതെങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അത് വിശദമായിട്ട് എഴുതി കാണിക്കാം. ആദ്യം ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസാണ് പറയുന്നത്. ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് എംപ്ലോയീസിന് ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതായത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന ഗ്രാറ്റുവിറ്റിക്ക് അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്തിട്ടുള്ള എംപ്ലോയീസ്. അതായത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കീഴിൽ വരുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എന്തുമാത്രമാണ് എക്സംപ്റ്റ്. അടുത്ത കേസ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കീഴിൽ പെടാത്ത എംപ്ലോയീസിന് എന്തുമാത്രമാണ് എക്സംപ്റ്റ്. അതാണ് അടുത്തത്. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കീഴിൽ വരുന്ന എംപ്ലോയീസിന് എന്തുമാത്രമാണ് എക്സംപ്റ്റ് എന്ന്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അതായത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് എക്സംപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. എ, ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. അപ്പം നമ്മളിങ്ങനെ എഴുതുക, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, എമൗണ്ട് കുഴപ്പമില്ല, എമൗണ്ട് എഴുതുക. അടുത്ത ബി, 20 lakh. ഇതെല്ലാവർക്കും 20 lakh തന്നെ. അപ്പോൾ 20 ലക്ഷം എന്ന് ഇവിടെ എഴുതിയാലും മതി. 20 lakh അത് ഒരു നോട്ടിഫൈഡ് എമൗണ്ട് ആണ്, ഫിക്സഡ് ആണ് 20 lakh എന്നുള്ളത്. അടുത്തത് സി, 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പം ഇയാൾ എത്ര വർഷം സർവീസ് ഇയാൾക്കുണ്ടോ അതേ ഇൻറ്റു 15 days സാലറി. ഇപ്പം 15 days സാലറി എങ്ങനെയാണ് കാണുന്നതെന്ന് ആദ്യം പറയാം. 15 days സാലറി ഈസ് ഈക്വൽ ടു മന്ത്ലി സാലറി ഇൻറ്റു മന്ത്ലി സാലറി ആയിരിക്കും കിടക്കുന്നത്. മന്ത്ലി സാലറി ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ മന്ത്ലി സാലറി എത്രയാണോ ആ എമൗണ്ട് ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26. 26 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മാസത്തെ 30-31 ദിവസമാണ് ഉള്ളത്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും 30 അല്ലെങ്കിൽ 31 ആണല്ലോ വരണ്ടേ. പക്ഷേ 26 വന്ന എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകൾ, സൺഡേയ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വർക്കിംഗ് ഡേയ്സ് ആണ് ഈ 26 എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫോർമുല ഇതാണ്, മന്ത്ലി സാലറി ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26. അപ്പോൾ നമുക്ക് മന്ത്ലി സാലറി കിട്ടും. ഇനി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൻ്റെ അകത്ത് അത് ക്വസ്റ്റിനെ പറയും. ഇയാൾ എത്രയാണ്, ഫോർ എക്സാമ്പിൾ 23 വർഷവും 7 മാസവും ആണ് ഇയാളുടെ സർവീസ് എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം,
ഇവിടെ 6 മന്ത്സിന് മേളിലോട്ടാണെങ്കിൽ ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 24 എന്നാക്കാം. ഇനിയിപ്പോൾ 6 മന്ത്സിന് താഴോട്ടാണ്, ഇവിടെ ഒരു 23 ഇയേഴ്സും 4 മന്ത്സും ആണ് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 23 എന്നാക്കുക. അപ്പം 6ന് മേലോട്ടാണ് റൗണ്ട് ചെയ്ത് അടുത്തതാക്കുക, 6ന് താഴോട്ടാണെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കുക. അപ്പം 23 തന്നെ ആക്കാം. അപ്പം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 20 lakh 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ്. അപ്പം 23 വർഷവും 4 മാസവും എന്ന് പറയുവാണെങ്കിൽ 15 days സാലറി എത്രയാണോ അത് ഇൻറ്റു 23, അത് ഇൻറ്റു 23. അപ്പോൾ 15 days സാലറി ഇൻറ്റു 23. ഇവിടെ ഒരു 8 മാസമൊക്കെ ആണെങ്കിൽ എങ്ങനെ വരും, 15 days സാലറി ഇൻറ്റു 24. അതായത് 6ന് മേളിലാണ്, 6ഓ 6ന് മേളിലോ ആണെങ്കിൽ എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം 24 ആയിട്ട്. അപ്പം ഇത് മൂന്നും നമ്മൾ ചെയ്യും. ഇത് മൂന്നും നമ്മൾ നോക്കും. ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് എമൗണ്ട് ഏതാണോ ലീസ്റ്റ് അതായിരിക്കും എക്സംപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണോ ലീസ്റ്റ് അത് എക്സംപ്റ്റ്. ഇപ്പോൾ ടാക്സബിൾ എമൗണ്ട് ആണ് ചോദിച്ചതെന്ന് കരുതുക. അപ്പോൾ എക്സംപ്റ്റ് നമുക്ക് കിട്ടി. ഇനി ടാക്സബിൾ എമൗണ്ട് ആണ് ചോദിച്ചതെങ്കിൽ ക്വസ്റ്റിനിൽ ഏതാണ് മിക്കവാറും ടാക്സബിൾ പോർഷനാണ് ചോദിക്കുന്നത്. ഈ ടാക്സബിൾ പോർഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം എഴുതുക, ടാക്സബിൾ gratuity is equal to actual gratuity received minus exempted amount. അപ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഇവിടെ എഴുതും. ആ എമൗണ്ടിൻ്റെ ആണ് ഈ എക്സംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. മിക്കവാറും ക്വസ്റ്റിനിൽ അവർ പറയുന്നത് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആണ് മിക്കവാറും തന്നെ ചോദിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എക്സംപ്റ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ അന്ന് നമ്മൾ പിന്നെ ടാക്സബിൾ കണ്ടുപിടിക്കുക. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സംപ്റ്റ് ആണ്. രണ്ടാമത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കീഴിൽ കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ആണ് ഇപ്പം പറഞ്ഞത്. അവർക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ലീസ്റ്റ് അതാണ് എക്സംപ്റ്റ്. ഇനി അടുത്ത് ഈ ഒരു പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്യാത്ത എംപ്ലോയീസിന് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാലറി എന്ന് പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ കൂടുന്നതിനെയാണ് സാലറി is equal to basic pay plus DA. ഫുള്ളായിട്ട് എഴുതണം, ഞാൻ ഷോർട്ടാക്കിയതുള്ളൂ. ബേസിക് പേ പ്ലസ് DA ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് സാലറി എന്ന് ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നത്. ഓരോ കാൽക്കുലേഷനും സാലറി വ്യത്യാസമാണ്. ചില കാര്യങ്ങളിൽ HRA കൂട്ടും, ചില കാര്യങ്ങൾ കമ്മീഷൻ ഉണ്ടാണ് അവർ കൂട്ടും. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താണ് 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. 15 days സാലറി എന്ന് പറയുമ്പോൾ സാലറി എന്ന് ഉദ്ദേശിക്കുക ചിലപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ അവർ മന്ത്ലി സാലറി തന്നേക്കാം. ഇനി അതല്ല എങ്കിൽ ഓരോന്ന് ഇങ്ങനെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ സാലറി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ബേസിക് പേയ്ക്കും DAയ്ക്കുമാണ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അതർ എംപ്ലോയീസിൻ്റെ കേസാണ്. അപ്പോൾ ഇനി അതർ എംപ്ലോയീസ്, അതായത് ആദ്യം ഗവൺമെൻറ് എംപ്ലോയീസ് പറഞ്ഞു, പിന്നെ ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്യുന്ന എംപ്ലോയീസിനെ പറഞ്ഞു. ഇനി അതർ എംപ്ലോയീസിൻ്റെ കേസ്. അവർക്ക് താഴെ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണോ ലീസ്റ്റ് അതായിരിക്കും അവർക്കും എക്സംപ്റ്റ്. ലീസ്റ്റ് ആയിരിക്കും എക്സംപ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നോട്ടിഫൈഡ് എമൗണ്ട് 10 lakh. മറ്റേടത്ത് 20 lakh ആണ്, ഇവിടെ നോട്ടിഫൈഡ് എമൗണ്ട് 10 lakh. അടുത്തത് 1/2 months average salary. അതായത് പകുതി മാസത്തെ ശമ്പളം. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് ഏതാണോ ലീസ്റ്റ് അതാണ് എക്സംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങൾ കൂടുന്നതാണെന്ന് ആദ്യം പറയാം. സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA എന്ന് പറയുന്നത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക, പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. ഹാഫ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് കേട്ടോ. അപ്പോൾ ആദ്യം ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാണെന്ന് എഴുതി വെക്കുക.
അടുത്ത നോട്ടിഫൈഡ് എമൗണ്ട് എഴുതി വെക്കുക. പിന്നെ ഹാഫ് മന്ത് സാലറി ഇൻറ്റു ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൻ്റെ അകത്ത് നമ്മൾ മന്ത്സ് വരുന്ന എടുക്കുകയില്ല. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് നമ്മൾ എടുക്കുമ്പോൾ മന്ത്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 21 years and 1 month, അപ്പോൾ 21 വർഷവും 1 മാസവുമാണ് ഇയാൾ സേവനമനുഷ്ഠിച്ചത്. പക്ഷേ ഈ എന്താണ് മാസത്തിൻ്റെ കണക്ക് നമ്മൾ എടുക്കില്ല. മനസ്സിലായോ? നേരത്തെ ആണെങ്കിൽ 6 മാസത്തിന് ശേഷം 6 മാസം അതിന് അത് കഴിഞ്ഞു ആണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്ത് 22 എന്നാക്കുമായിരുന്നു. അതിനില്ല, 6 മാസം മുമ്പുള്ളതാണ് വെട്ടിക്കളഞ്ഞത്. പക്ഷേ ഇവിടെ മാസം എത്ര തന്നാലും, ഇപ്പോൾ 2 മന്ത് തന്നാലും 3 മന്ത് തന്നാലും 4 മന്ത്, 1 മാസവും നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കില്ല. അതായത് ഇങ്ങോട്ടുള്ള മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കണക്ക് ചെയ്യാം, അപ്പോൾ വിശദമായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റ് ആണ്. മറ്റേ എംപ്ലോയീസ്, അതായത് ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് 3 കാര്യങ്ങളുണ്ട്. അതിലേതാണോ ലീസ്റ്റ് അതായിരിക്കും എക്സംപ്റ്റ് വരുന്നത്. ആദ്യം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, രണ്ടാമത് 20 lakh, മൂന്നാമത് 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അവിടെ ഇയർ ഓഫ് സർവീസ് മാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും 6 മാസത്തിന് ശേഷമായിട്ടുള്ളത് റൗണ്ട് ചെയ്തെടുക്കും. 6 മാസത്തിന് മുമ്പാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. അടുത്തതെന്ന് പറയുന്നത് അതർ എംപ്ലോയീസിൻ്റെ കേസാണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ് എഴുതുക, 10 lakh നോട്ടിഫൈഡ് എമൗണ്ട് എഴുതുക, 1/2 months ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എഴുതുക. അപ്പോൾ ഈ 3 ഏതാണോ ലീസ്റ്റ് അതായിരിക്കും എക്സംപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്, ടാക്സബിൾ എമൗണ്ട്, അതായത് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി അതെല്ലായിടത്തും സെയിമാണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്, റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് ആണ്. ക്വസ്റ്റിന് മിക്കവാറും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിരിക്കും ചോദിക്കുക. അത് ക്വസ്റ്റിൻ ശ്രദ്ധിക്കണം. എക്സംപ്റ്റഡ് എമൗണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടം വരെ ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഈ പോർഷൻ വരെ ചെയ്ത് വെച്ചാൽ മതി. ഇനി ടാക്സബിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതുകൂടെ നമ്മൾ ചെയ്യണം. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് എമൗണ്ട് കുറച്ചും കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് നമുക്കിനി ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 9. After serving 33 years and 9 months in a company, Mr. D, who is covered under payment of, അപ്പോൾ ഇയാൾ ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്യുന്ന എംപ്ലോയി ആണ്. ഇയാൾക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുത്തത് 3 ലക്ഷം, മന്ത്ലി സാലറി 10,000, HR 1300. നമ്മളോട് ഇയാളുടെ യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റ്. അപ്പോൾ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്യുന്ന എംപ്ലോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ആദ്യത്തെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ക്വസ്റ്റിനെ പറയുന്നുണ്ട്. 3 ലക്ഷം രൂപയാണ് ഇയാൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു, അത് എഴുതി വെച്ചു. നോട്ടിഫൈഡ് എമൗണ്ട് 20 lakh ആണ്, അതും ഇവിടെ എഴുതി. അടുത്ത സി എന്ന് പറയുന്ന 15 days സാലറി ഇൻറ്റു 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. 15 days സാലറി എന്ന് പറയുന്നത് ഇയാൾക്ക് 1 മാസത്തെ സാലറി എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പം 15 days സാലറി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 15 days സാലറി ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26. അപ്പം 5,769 കിട്ടും. അത് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പം 5,769 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് നോക്കി 33 വർഷവും 9 മാസവും. അപ്പോൾ 6 മാസം 6 monthsന് മുകളിലാണല്ലോ. അപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് 34 ആക്കാം. അപ്പം ഇത് 34 ഇൻറ്റു 5,769 ചെയ്യുമ്പോൾ 1,96,146 കിട്ടും. അപ്പോൾ ഈ 3 നോക്കുക. ഇതിൻ്റെ അകത്ത് ലീസ്റ്റാണ് എക്സംപ്റ്റ്. അപ്പോൾ ഇതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. കണ്ടോ? ഈ ക്വസ്റ്റിനിൽ എക്സംപ്റ്റഡ് എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇനി ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറയുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ടാക്സബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു ആക്ച്വൽ HR റിസീവ്ഡ് 3 lakh. 3 lakh മൈനസ് 1 ലക്ഷത്തി എക്സംപ്റ്റഡ് എമൗണ്ട് ഇതാണല്ലോ, 1,96,146. അപ്പോൾ 1,03,854 കിട്ടും. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു.
അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഹോംവർക്കും ചെയ്യാം. ഈ ക്വസ്റ്റിനിൽ ഇയാൾ ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ കവർ ചെയ്യാത്ത എംപ്ലോയി ആണ്. അപ്പോൾ ആക്ച്വൽ HR ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എഴുതി, നോട്ടിഫൈഡ് എമൗണ്ട് ഇവരുടെ 10 lakh ആണ്, അതും എഴുതി. പിന്നെ 1/2 മന്ത്സ് സാലറി ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പം സാലറി എത്രയാണെന്ന് നോക്കിയേ. മന്ത്ലി സാലറി 6,000 ഇൻറ്റു 1/2 നോക്കുക. അപ്പം 3,000 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 42 ആണ്. അപ്പം 3000 ഇൻറ്റു 42, അപ്പം 1,26,000. ഈ 3 എണ്ണത്തിൻ്റെ അത് ലീസ്റ്റ് 1,26,000 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 1,26,000 എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞു. ഇനി ടാക്സബിൾ പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 1,26,000 മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയാ, ഏത് തന്നെയാണ് 1,20,000. ടാക്സബിൾ എമൗണ്ട് ഇല്ല, 0. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1-2 വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതൊക്കെ നോട്ടയിലോട്ട് ഓരോന്നിൻ്റെയും ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോണം കേട്ടോ. താങ്ക് യു.